ഈ കോക്രോച്ച് മൂവ്മെൻറ്റ് പരാജയപ്പെട്ട് തകർന്നു പോകാനുള്ള സാധ്യതയുണ്ടോ? ആ തകർന്നു പോകാനുള്ള സാധ്യതയെ സംബന്ധിച്ചും ഒരു വിലയിരുത്തൽ ഈ വിജയത്തോടു കൂടി അനിവാര്യമാണ്. ഒരു സവിശേഷമായ ലക്ഷ്യത്തിനു വേണ്ടി രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശത്തെ തുടർന്നാണ് ഈ പറയുന്ന ഒരു ട്വിറ്റർ പേജ് പ്രത്യക്ഷപ്പെടുന്നത്. ആ പേജോടുകൂടി അത് അങ്ങ് വ്യാപിക്കുന്നു. മില്യൺ കണക്കിന് ചെറുപ്പക്കാർ അതിലേക്ക് ചേരുന്നു. അങ്ങനെ അഭിജിത്ത് ദീപ് കെ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ പിന്നിലായി ഒരു കോസിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ അണിനിരക്കുന്നു. എന്നിട്ട് അയാൾ നാട്ടിലേക്കെത്തുന്നു. നാട്ടിലേക്കെത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ എല്ലാവരും പരിഹസിക്കുന്നു. പക്ഷേ ആ പരിഹാസം പിന്നീട് ജന്തർ മന്തർ റോഡിലെ ഒരു പ്രതിഷേധം തുടങ്ങിയപ്പോൾ അതൊരു പതിവ് പ്രതിഷേധമായി മാത്രം വിചാരിച്ചത് പിന്നീട് മറ്റൊരു ഉഗ്രരൂപം കൈവരുന്നതും അതിനെ തുടർന്നുണ്ടായ ഭാവമാറ്റങ്ങളിൽ ഒരു കരുത്തനായ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്കുമൊക്കെ എത്തിയിരിക്കുന്നു എന്നതാണ് എൻ്റെ ഒരു അവസ്ഥ. ഇനി ഇതിനെ തുടർന്ന് അങ്ങോട്ടുള്ള പ്രവൃത്തികളാണ് ഇത് നിലനിൽക്കുമോ ഇല്ലാതാകുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി ഒരു രൂപം ഉണ്ടാവുക. അതിൻ്റെ സൂചനകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ലഭ്യമാണ്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ഘട്ടത്തിൽ വിജയിച്ചു കഴിയുമ്പോൾ ഇനി സ്വാഭാവികമായി ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ചേർന്ന്, കാരണം ബാക്കി ആർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കാൻ പറ്റില്ല. കോൺഗ്രസ്സുകാർക്ക് പറയാൻ പറ്റില്ല ഇത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയോടുള്ള കൂടി വിജയമാണെന്ന്. ഇടതുപക്ഷ സംഘടനകൾക്ക് ആർക്കും പറയാനൊക്കില്ല ഇത് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്നുണ്ടായ വിജയമാണെന്ന്. അവരുടെ പോസ്റ്റുകളും പ്രസ്താവനകളും ഒക്കെ നോക്കിയാൽ അത് മനസ്സിലാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവരെല്ലാവരും കൂടി അഭിജിത്ത് ദീപ് കെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനിലേക്ക് കേന്ദ്രീകരിക്കും. അവനെ അങ്ങോട്ട് ആഘോഷിക്കും. പല സ്റ്റേറ്റുകളിലേക്കും വിളിക്കും. കനയ്യകുമാറിനെ കൊണ്ടു നടന്നതുപോലെ മത്സരിച്ച് ഓരോ സ്ഥലത്തും എത്തും. ആൾക്കൂട്ടം ആരവങ്ങളായി എത്തി അവൻ്റെ മനസ്സിലേക്ക് അധികാരത്തിൻ്റെ ചിന്തകളെ കയറ്റിവിടും. എപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നു? കാരണം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മീഡിയയിൽ തുടങ്ങിക്കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത ചോദ്യം, ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോക്രോച്ച് ജനതാ പാർട്ടി മത്സരിക്കുമോ? അല്ലെങ്കിൽ അടുത്ത വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോക്രോച്ച് ജനതാ പാർട്ടി മത്സരിക്കുമോ? ഈ ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരം, മത്സരിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ മമതയിലൂടെയും മഹാരാഷ്ട്രയിൽ ശരത് പവാറിലൂടെയും ഡൽഹിയിൽ ആം ആദ്മിയിലൂടെയും ഉദ്ധവ് താക്കറയിലൂടെയും ഒക്കെ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിനൊന്നും ഒരു കരുത്തുറ്റ പ്രതിപക്ഷമാകാനോ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറി ഒരു കരുത്തോടെ പ്രവർത്തിക്കാനോ ഒരിക്കലും സാധ്യമാവുകയില്ല. അങ്ങനെ ഒരു കെണിയിൽ വീണു പോയാൽ, അങ്ങനെ ഒരു തലത്തിലേക്ക് എത്തിച്ചാൽ, ഇന്നിപ്പോൾ ആരുടെ ഒരു പോസ്റ്റ് കണ്ടു, എന്താണ് ഇന്ത്യൻ സിനിമാ ഗാലറി എന്നെങ്ങാണ്ട് പറയുന്ന ഒരു പേജിലാണ് കണ്ടത്. രാഹുൽ ഗാന്ധിയെ മാറ്റി അഭിജിത്ത് ദീപ് കെയെ പ്രതിപക്ഷ നേതാവാക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതാണതിലെ ചോദ്യം. അപ്പോഴേക്ക് ഈ ആളുകളെല്ലാവരും വലിയ ആവേശോജ്ജലരാവും. അങ്ങനെ ആവേശം കൊണ്ടതാണല്ലോ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ആവേശം കൊണ്ടു, മമതാ ബാനർജിയുടെ കാര്യത്തിൽ ആവേശം കൊണ്ടു, പിന്നെ ശരത് പവാർജിയുടെ കാര്യത്തിൽ ആവേശം കൊണ്ടു, ഉദ്ധവ് താക്കറയുടെ കാര്യത്തിൽ ആവേശം കൊണ്ടു, പിന്നെ ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ കാര്യത്തിൽ ആവേശം കൊണ്ടു. അവസാനം ആ ആവേശത്തിൻ്റെ എല്ലാം വായും ഷായുമൊക്കെ പോയി ആ എന്ന് പറയത്തക്കതുപോലെ വാ വിളർന്നിരിക്കുന്ന സ്ഥിതിയിലേക്കാണ് രാഷ്ട്രീയം എത്തിയത്. അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ കടന്നുകയറ്റത്തിലേക്ക്, ആ ചുഴിയിലേക്ക് ഇവർ വീണാൽ ഈ മൂവ്മെൻറ്റ് കൊണ്ട് ഒരു ഫലവുമില്ല. അതൊരു കേവലമായ ഒരു പോരാട്ടത്തിൻ്റെ വിജയമായി മാത്രം അങ്ങ് അവസാനിക്കും. അത് നൽകുന്നൊരു ആത്മവിശ്വാസം അവിടെയുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. ആ ആത്മവിശ്വാസം എപ്പോഴുമുണ്ട്. പക്ഷേ ആ ആത്മവിശ്വാസം മാത്രം ഒരു വിജയത്തിനും സ്ഥായിയായ ഒരു ഇടപെടലിനും മതിയായതാണ് എന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിൻ്റെ അടുത്തൊരു സ്റ്റേജ്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ അടുത്ത ചർച്ച തുടങ്ങി. E20, അതായത് പെട്രോളിലേക്ക് എത്തനോൾ ചേർക്കുന്നു. അത് ആരോടും ഒന്നും ആലോചിച്ചല്ല, ചേർക്കാനങ്ങ് തീരുമാനിച്ചു. അങ്ങ് ചേർക്കുക, വേണ്ടി വന്നാൽ 40% ചേർക്കും അത്രേ. ഇപ്പോൾ ഏതോ ഒരു കമ്പനി, ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു ഉപഭോക്താവിന് പുതിയ മാരുതി കാർ കൊടുക്കാൻ വേണ്ടി ഉത്തരവിട്ടു. കാരണം അയാളുടെ മാരുതി കാർ എത്തനോൾ കലർന്ന പെട്രോൾ ഉപയോഗിച്ചതുകൊണ്ട് അതിൻ്റെ എൻജിൻ ഇല്ലാതായി പോകുന്നു. ഇന്ത്യയിലെ ഇത്രയും കോടി ജനങ്ങൾ ഈ പറയുന്ന സ്വന്തം വാഹനത്തിൽ ഈ എത്തനോൾ ചേർത്ത പെട്രോൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റൊരു തരത്തിൽ ഡിസൈൻ ചെയ്യപ്പെട്ട വാഹനങ്ങൾക്ക് വലിയ നികുതി കൊടുത്ത് വാങ്ങിച്ചുപയോഗിക്കുമ്പോൾ എത്ര ഏകപക്ഷീയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂ ഒക്കെ
അതിൽ പൊന്തി വരുന്നുണ്ട്. കൂടാതെ അഭിജിത്ത് DK കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പലതവണ പറഞ്ഞു, ഇനി ഹിന്ദുവും മുസ്ലിമും പോരടിക്കുന്ന ഇന്ത്യയുടെ കഥ കഴിഞ്ഞു, ആ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്തരം വിഷയങ്ങൾ കൊണ്ടുവന്ന് ഇനി ഇന്ത്യയെ ഒന്നും ചെയ്യാനൊക്കില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിണിതിയാണ് എന്നത് പ്രത്യേകം ഓർത്തിരിക്കാം.